തന്നെ ഡെമോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാം. ഏത് ടോപ്പിക്കിൽ ഡെമോ വേണമെന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങ് വെച്ച് തരും. അപ്പം ഇതിനകത്തെ ഇനി മറ്റ് റിസൾട്ടുകൾ ഒരുപാട് റിസൾട്ടുകളുണ്ട്. 6.32, 5.24 കേസുകൾ, 6.27, 5.7 എങ്ങാണ്ട് അട്ടപ്പടലം പൊട്ടി വന്നിട്ട് +1 8 മാർക്ക് എങ്ങാണ്ടാണ്. പിന്നീട് 28 അതും കെമിസ്ട്രിയും ഫിസിക്സും ഫെയിലായി വന്നിട്ട് 9.31 കേസുകൾ ഫിസിക്സ് ഫെയിലായി. പിന്നീട് +2 ഫിസിക്സിൽ കണ്ടോ ഡിഫിക്കൽട്ട് ആണ് +2 ഫിസിക്സ് പലർക്കും. അതിൽ പോലും 40 അറൗണ്ട് മാർക്കിലോട്ട് 17.30, 10.28, 14.32 ബി ഗ്രേഡിലോട്ട്. അതുപോലെ തന്നെ ഫെയിലായി. മൂന്നാമത്തെ ചാൻസിൽ ബയോളജിയും മാത്സും ക്ലിയർ ചെയ്ത കേസുകൾ. അതുപോലെ ഇത് മിനിമം ഒരു A+ ഉള്ള പയ്യന്റെ നമ്മുടെ ബാച്ചിലർ റിസൾട്ട് ആണ്. അതിനകത്ത് +1 അവന്റെ സ്ട്രീമുകളിലൊക്കെ A+ ഇതിനകത്ത് കിട്ടി. മാത്സ് ഇവരുടെ സ്ട്രീം ആയിരുന്നില്ല, പക്ഷേ സൈഡായി പഠിച്ചതാണ്. എന്നിട്ട് പോലും കണ്ടോ ആ ഒരു മാർക്ക്. പിന്നീട് ഈ തവണത്തെ മറ്റ് റിസൾട്ടുകൾ, അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഇത്തവണ വന്ന കേസുകളാണ്. ഇതിനകത്ത് മൂന്നാമത്തെ ചാൻസിലൊക്കെ +1 ഇംപ്രൂവ്മെന്റിന്റെ ആ ഒരു റിസൾട്ട് വന്ന കേസുകളാണ് അതൊക്കെ കാണിച്ചത്. അപ്പൊ ഇതുപോലെ ഇത് എക്സാമിന്റെ ഒക്കെ കേസുകളാണ്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ കംപ്ലീറ്റ് അറിയാൻ ഐ ബട്ടണിൽ വീഡിയോ കാണും. അപ്പം പുതിയ കേസുകൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട വെയിറ്റേജിലോട്ട് നമുക്ക് പോകാം. ഒപ്പം നമ്മുടെ ഇതിനകത്തെ വെയിറ്റേജ്, ഇതിനകത്ത് ഫിസിക്സ് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസിലോട്ട് നമ്മൾ പോകുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഈ ഭാഗങ്ങളുണ്ടല്ലോ ഇതങ്ങ് സ്കിപ്പാക്കും. കാരണം ഇപ്പം ഫിസിക്സ് എന്ത് ചെയ്യാന്നറിയാം, പലതും തിയറിയാണ് വരുന്നത് കൂടുതലും ഡെറിവേഷനേക്കാളും. അതുകൊണ്ട് തന്നെ ഡെറിവേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, ആറ്റംസ്, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ്, ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ആക്കരുത്. ഇതൊക്കെ നമ്മുടെ ബാച്ചിൽ നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എടുത്തു തരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിനകത്ത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് 9 മാർക്കുണ്ട്. ചിലപ്പോൾ 7 മാർക്കാണ്, ചിലപ്പോൾ 9. പക്ഷേ കഴിഞ്ഞ സേന്റെ വെയിറ്റേജ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 9 വന്നിട്ടുണ്ട്. പിന്നെ അത് എളുപ്പമാണ്. അതിനകത്ത് നിങ്ങൾക്ക് അറിയാലോ ഗോസസ് തിയറവും ചാർജിന്റെ പ്രോപ്പർട്ടീസും, അത് എന്തായാലും സ്കിപ്പ് ആക്കാൻ പാടില്ല. പിന്നെ കറന്റ് ഇലക്ട്രിസിറ്റി ഭയങ്കര എളുപ്പമാണ്. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും എന്ത് തന്നെയാണ്, എളുപ്പം തന്നെയാണ്. പിന്നെ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻ ഒക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും അതിൽ ആ ഒരു കപ്പാസിറ്റൻസ്, പാരലൽ, സീരീസ്, അതൊക്കെ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അത് എന്തായാലും പഠിച്ചിരിക്കണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അതിൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, അതുപോലെ ഫെറോ, പാര, അതൊക്കെയാണ് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ. അതുപോലെ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നമ്മുടെ ബയോട്ട് സാവാട്ടിലോ, അതുപോലെ ആംപിയർ സർക്യൂട്ടൽ തിയറം, അങ്ങനെ അതിനകത്ത് എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാം, പലരും എന്ത് ചെയ്യും, പാസ് മാർക്കിന് 18 മാർക്കിന് വേണ്ടി പഠിക്കും. പക്ഷെ അങ്ങനെ പഠിച്ചാൽ നമുക്ക് ചിലപ്പോൾ 9 മാർക്കാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിൽ എന്താണ്, മികച്ച മാർക്കിന് വേണ്ടിയിട്ട് മാക്സിമം ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിപ്പിക്കും. പിന്നീട് ബാക്കി കാര്യങ്ങളോട് പഠിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് മാക്സിമം മാർക്ക്, നമ്മൾ അതിനകത്ത് 60 മാർക്കിന് പഠിച്ചാലേ നമുക്ക് 30 കിട്ടും. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ബാച്ചിൽ പഠിപ്പിക്കുക. ആദ്യം ഇമ്പോർട്ടന്റ് പഠിപ്പിക്കും, പിന്നീട് അതിനകത്ത് മറ്റു കാര്യങ്ങൾ അതൊക്കെ സിമ്പിൾ ആയിട്ട് അതിനകത്ത് നിങ്ങൾ പഠിച്ചെടുക്കും. അപ്പം അതിനകത്ത് പിന്നീട് ഇലക്ട്രോ മാഗ്നറ്റിക്, പിന്നീട് ഇതിനകത്ത് നിങ്ങൾ റേ ഓപ്റ്റിക്സ് ഇതിനകത്ത് സ്കിപ്പ് ആക്കാൻ പാടില്ല കേട്ടോ. കാരണം അത് പലരും സ്കിപ്പ് ആക്കാറുണ്ട്. പക്ഷെ അതിനകത്ത് പ്രിസം, അതുപോലെ കോമൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ അതൊക്കെ എളുപ്പമുള്ളതാണ്. പിന്നീട് ഇതിനകത്ത് വേവ് ഓപ്റ്റിക്സ് ആണെങ്കിലും എളുപ്പമാണ്.